എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ സമരത്തിന് ഇറങ്ങിയത് എനിക്ക് 40,000 രൂപ എന്ന ശമ്പളത്തിന് വേണ്ടിയാണോ? നമ്മൾ നഴ്സിംഗ് സമൂഹത്തിന് 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന ആവശ്യത്തിനല്ലേ സമരത്തിന് ഇറങ്ങിയത്? ഇവർക്ക് എന്താ ഇതിനകത്ത് ഇത്ര സംശയം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരിത്താസ് ഹോസ്പിറ്റലിന് എന്റെ ശമ്പളം ഞാൻ എത്രയാണെന്ന് എപ്പോഴെങ്കിലും ഞാൻ അവരോട് പറയാതിരുന്നിട്ടുണ്ടോ? ഓരോ മീറ്റിംഗിലും ഇവരുടെ കാല് പിടിച്ച് സമരം ഇല്ലാതാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവര് പറഞ്ഞിട്ടില്ല. 40,000 രൂപ എന്നോട് ചോദിച്ചു എനിക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല ഇവരോട് എനിക്ക് 40,000 രൂപ കൈ കിട്ടുന്നില്ലെന്ന്. എന്റെ ശമ്പളം എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് ഇവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴും ഓരോ പ്രാവശ്യവും പറഞ്ഞു, എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ സമരത്തിന് ഇറങ്ങുന്നത്. ഞാൻ 650 രൂപ ഒരു 650 രൂപ എന്റെ കയ്യിൽ കിട്ടി. 18 വർഷം മുമ്പ് ഞാൻ പഠിച്ചിറങ്ങുമ്പം എന്റെ കയ്യിൽ കിട്ടിയത് 650 രൂപ. 950 രൂപ മെസ് ഫീസ് കൊടുത്തിട്ട് 650 രൂപ കൈ കിട്ടിയ ഞാൻ അപ്പൊ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇനിയുള്ള സമൂഹം അനുഭവിക്കാൻ പാടില്ല. ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും 40,000 രൂപ ശമ്പളം മേടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും? എങ്ങനെ നമ്മൾ ഇത്രയും ഇമോഷണലായി സംസാരിക്കാതിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇത്രയും നമ്മൾ ഒരു ആത്മാർത്ഥതയുടെ പുറത്ത് ഈ ഹോസ്പിറ്റലിനോട് മത്സരിക്കാൻ ഒന്നും നമ്മൾ പോയിട്ടില്ല. നമ്മൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഞായറാഴ്ച രാത്രി 12 മണി വരെ നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ ഒരു കോളിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടുത്തെ അച്ഛൻ എന്റെ മുമ്പിൽ വന്നെന്ന് പറയട്ടെ. ഒരു പ്രാവശ്യം എന്നോട് വന്ന് പറയട്ടെ, ഇവിടുത്തെ ഞാൻ പറയുന്ന അച്ഛൻ എന്റെ മുമ്പിൽ വന്നെന്ന് പറയട്ടെ ഞാനിത് പറഞ്ഞിട്ടില്ലെന്ന്. ഞായറാഴ്ച 12 മണി രാത്രി വരെ ഞാൻ ഉറങ്ങാതിരിക്കൂന്ന് പറഞ്ഞത് അച്ഛൻ വന്ന് എന്റെ മുമ്പിൽ വെച്ച് പറയട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഒരു സമവായം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാൻ വേണ്ടി അത്രയും നേരം വെയിറ്റ് ചെയ്യും. അതായത് പിറ്റേ ദിവസം നമ്മൾ സമരത്തിന് ഇറങ്ങുന്ന അച്ഛനോട് പോയി പറഞ്ഞതാണ്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞോ, നിങ്ങൾ സമരത്തിന് ഇറങ്ങേണ്ട പിള്ളേരെ, നിങ്ങൾ ഇത്രയും പേര് സമരത്തിന് ഇറങ്ങണ്ട, നിങ്ങൾ നമ്മുടെ കാരിത്താസിൻസ് അല്ലേ, നിങ്ങൾ ഇവിടെ ഞങ്ങളോട് സമവായി നമുക്കൊരു ചർച്ചയ്ക്ക് ഇരിക്കാമെന്ന് അവരെന്നോട് പറഞ്ഞോ? എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ? നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചു. എത്ര പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടാ? ഇതേ അച്ഛന്റെ മുമ്പില് ഞാൻ വെള്ളിയാഴ്ച പോയാ പറഞ്ഞത്, ഞാൻ ഞായറാഴ്ച രാത്രി 12 മണി വരെ നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, നമ്മളെ ഈ സമരം ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് രീതിയിൽ ഞാൻ ഇരിക്കുമെന്ന്. അപ്പോൾ ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാമെന്ന് നമ്മളോട് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ സമരത്തിന് ഇറങ്ങുമായിരുന്നോ? ഇവര് പിന്നെ ഈ മാധ്യമങ്ങളോടും ഈ മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നത്? ഞാനൊരു ഇൻചാർജ് ആയിട്ട് 3 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുക. എനിക്ക് ഈ ശമ്പളത്തിന് അർഹതയില്ലേ? പിന്നെ എന്താ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എനിക്ക് ഈ ഒരു ശമ്പളത്തിന് അർഹത ഇല്ലാത്തവളായ കൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്? എന്റെ നേഴ്സിംഗ് സമൂഹം ഇന്ന്